ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു പീസ് മേക്കർ. ഇതിന്റെ സീസൺ 2 ഈ വരുന്ന ഓഗസ്റ്റ് 21 റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫുൾ ലെങ്ത് ട്രെയിലറും ഒരു ഷോർട്ട് ടീസർ ട്രെയിലറും ഒക്കെ ഇവർ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഔട്ട് ദോസ് വീഡിയോസ്. കാരണം അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസുകൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പീസ് മേക്കർ സീസൺ 2 എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സോ വെൽക്കം ടു ദ വീഡിയോ. കൂടുതൽ അറിയാം പീസ് മേക്കർ സീസൺ 2 കുറിച്ച്. സോ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ പീസ് മേക്കറിന്റെ പഴയ ഗ്യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ഇവരുടെ എല്ലാം ലൈഫിലും ചിന്താഗതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ജോൺസീനെ അവതരിപ്പിക്കുന്ന പീസ് മേക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നല്ല ബഹുമാനം കിട്ടുന്ന ഒരു സ്നേഹം കിട്ടുന്ന ഒരു വ്യക്തിയാവാൻ വേണ്ടിയിട്ടാണ്. സീസൺ 1 നമ്മൾ പീസ് മേക്കറിനെ കാണുന്ന ഒരു കോമഡി ഐറ്റം ആയിട്ടാണെന്നുണ്ടെങ്കിൽ സീസൺ 2 നമ്മൾ ചിലപ്പോൾ കാണാൻ പോകുന്നത് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറിനെ ആയിരിക്കും. കാരണം ഈ സീസൺ 2 പീസ് മേക്കർ ഡിമാൻഡ് ചെയ്യുന്നത് റെസ്പെക്ട് ആൻഡ് ലവ് ആൻഡ് അഡ്മിറേഷൻ ഫ്രം പീപ്പിൾ ആണ്. നമുക്ക് പീസ് മേക്കറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിനു മുമ്പ് അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ആദ്യമായിട്ട് നമുക്ക് ഏജന്റ് എമീലിയ ഹാർക്കോട്ടിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ സീസണിൽ എമീലിയയ്ക്ക് അവരുടെ ജോലി നഷ്ടമായിരിക്കുന്നു. അതായത് കഴിഞ്ഞ സീസണിൽ ഇവരെല്ലാം കൂടെ അമാൻഡ വോളറിനെ എക്സ്പോസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏജന്റ് എമീലിയയ്ക്ക് അതിന്റെ റിപ്പർക്കഷൻസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല അമാൻഡയ്ക്ക് ഇവരോട് ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ എമീലിയ എല്ലായിടത്തും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് മറ്റൊരു ജോലിക്ക് കയറാനും പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ ഫ്രസ്ട്രേഷൻ എമീലിയയ്ക്ക് നല്ലപോലെ ഉണ്ട്. അതാണ് നമുക്ക് ടീസർ 1 എമീലിയ ഒരു ബാറിൽ കയറിട്ട് ഒരുപാട് പേരെ തല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കാറിൽ സ്വയം കൈയിട്ട് ഇടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏജന്റ് എമീലിയ ഹാർക്കോട്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് മെന്റൽ ഫ്രസ്ട്രേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ഇനി അഡബായോടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീസൺ 1 പുള്ളിക്കാരി ഭയങ്കര സ്കെപ്റ്റിക്കൽ ആയിരുന്നു. അതായത് ഒരു സീക്രട്ട് ഇന്റലിജൻസ് ക്രൂവിന്റെ കൂടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്വയമേ അവർക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു. എന്നാൽ ടുവേർഡ്സ് എൻഡ് ഓഫ് സീസൺ 1 അവർക്ക് മനസ്സിലാവുന്നുണ്ട്, യെസ് എനിക്ക് ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വരുന്നുണ്ട്. സോ സീസൺ 2 ഏജന്റ് ഹാർക്കോട്ടിന്റെ അതേ അവസ്ഥ തന്നെയാണ് അഡബായക്കും. അതായത് പണ്ടത്തെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ പക്ഷെ ഇപ്പൊ അവർ ട്രൈ ചെയ്യുന്നത് ഒരു പുതിയ മേഴ്സണറി ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മിഷൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു മേഴ്സണറി ഗ്രൂപ്പ്. പക്ഷെ ഡെഫിനറ്റ്ലി ആ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുള്ള നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാത്രമല്ല ജീവിച്ചു പോകാൻ പൈസ അത്യാവശ്യമായതുകൊണ്ട് തന്നെ അഡബായോ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് എക്സ്ട്രാ സ്പൈസി എന്നാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അഡബായോയുടെ വൈഫായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മറ്റൊരു റെസ്റ്റോറന്റിലാണ്, ജിറ്റേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ. ഈ ജിറ്റേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഫ്ലാഷിന്റെ സീരീസിൽ അടിക്കടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലാഷ് ഇതിൽ വരും എന്നോ അങ്ങനൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു ഈസ്റ്റർ എഗ് ആയിട്ട് ജെയിംസ് ഗൺ ആഡ് ചെയ്തതേ ഉള്ളൂ. ടീമിലെ ക്രേസി ക്യാരക്ടർ ആയിട്ടുള്ള വിജിലാൻഡിയുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. പുള്ളിക്കാരന്റെ ക്യാരക്ടർ അതുപോലെ തന്നെ നമുക്ക് സീസൺ 2 കാണാൻ പറ്റും. പഴയ ജോലി സ്ഥലമായിട്ടുള്ള ഫെനൽ ഫീൽഡിൽ തന്നെയാണ് ഇപ്പോഴും പുള്ളി വർക്ക് ചെയ്യുന്നത് ആ ട്രെയിലറിൽ നമുക്ക് മനസ്സിലാവും. സോ ഈ ക്യാരക്ടർ മാറില്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഇൻ പീസ് മേക്കർ. ഇനി ടീമിലെ മറ്റൊരു പ്രധാന മെമ്പർ ആയിട്ടുള്ള ജോൺ എക്കോണോമസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ സീസൺ 1 പീസ് മേക്കറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ട്രോള് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരന്റെ താടി പ്രോപ്പറായിട്ട് കളർ ചെയ്യാത്തതിന്റെ പേരിൽ. എന്നാൽ സീസൺ 2 പുള്ളിക്കാരൻ താടി ഫുള്ളി കളർ ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോഴും ഈ ജോൺ എക്കോണമസ് വർക്ക് ചെയ്യുന്നത് ആർഗസിന് വേണ്ടി തന്നെയാണ്. അതായത് പുള്ളിയുടെ പഴയ ജോലി തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഇവരെല്ലാരും കൂടെ അമാൻഡ വോളറിനെ എക്സ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ ആർഗസിന്റെ ഹെഡ് ഇപ്പൊ മാറിയിരിക്കുന്നു. ആർഗസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഹെഡ് എന്ന് പറയുന്നത് റിക് ഫ്ലാഗ് സീനിയർ ആണ്. ഈ റിക് ഫ്ലാഗ് സീനിയറിന് പീസ് മേക്കറിനോട് കടുത്താ തീരാത്ത പകയുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് റിക് ഫ്ലാഗ് സീനിയറിന്റെ മകനായ റിക് ഫ്ലാഗ് ജൂനിയറിനെ കൊന്നത് ഈ പീസ് മേക്കർ ആണ്. സൂയിസൈഡ് സ്ക്വാഡ് എന്നുള്ള സിനിമയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും റിക് ഫ്ലാഗ് ജൂനിയറിനെ പീസ് മേക്കർ കൊല്ലുന്നത്. അന്ന് ജൂനിയറിനെ കൊന്നത് അമാൻഡ വോളറിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പൊ തന്റെ മകനെ കൊന്ന പീസ് മേക്കറിന് ഏത് വിധേനയും കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് റിക് ഫ്ലാഗ് സീനിയർ. ആ ആളാണ് ഇപ്പൊ ആർഗസിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി എക്കോണമിക്സ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഈ റിക് ഫ്ലാഗ് സീനിയറിന്റെ അണ്ടറിലാണ്. സോ ഇവിടെ എക്കോണമിക്സിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണോ അതോ തന്റെ ഇപ്പോഴത്തെ നിലവിലെ ടീമിനെ ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ടായിരിക്കും. ആ മെന്റൽ കോൺഫ്ലിക്ട് എക്കോണമിക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും.
ഒരു പക്ഷേ ഈ ആർഗസ്റ്റ് ടീം പീസ് മേക്കറിനെതിരായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ആ പീസ് മേക്കറിനെ അറിയിക്കുന്ന ഒരു ക്യാരക്ടറും കൂടെ ആയിരിക്കാം എക്കോണമസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ട്രെയിലറിൽ അവിടെ ഇവിടെയായിട്ട് എക്കോണമസ് ഇരുന്നിട്ട് അഡബായോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വില്ലൻ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്നും ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്ന ഒരു റോളും കൂടെ ചിലപ്പോൾ എക്കോണമസിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്യാങ്ങിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ഈ സീസണിൽ പീസ് മേക്കർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിഗ്രറ്റും ഗിൽറ്റും ഉള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പണ്ട് താൻ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്ന് ആ റിഗ്രറ്റിലും ഗിൽറ്റിലുമാണ് പീസ് മേക്കർ ഇപ്പം ജീവിക്കുന്നത് തന്നെ. റിക് ഫ്ലാഗ് ജൂനിയറിനെ കൊന്നത് ഉൾപ്പെടെ ഒരുപാട് തെറ്റുകൾ പീസ് മേക്കർ ചെയ്തിട്ടുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ പീസ് മേക്കർ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നല്ല ഒരു സ്നേഹവും ഒരു ബഹുമാനം കിട്ടുന്ന ആളായി മാറണം എന്നുള്ളതാണ് പീസ് മേക്കർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ലോകത്തുള്ളവരെല്ലാവരും പീസ് മേക്കറിനെ കാണുന്നതെന്ന് പറയുന്നത് ഒരു കോമഡി ഐറ്റം ആയിട്ടാണ്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആള്. പീസ് മേക്കറും ഗ്യാങ്ങും കൂടെ ചേർന്ന് സീസൺ 1 ലോകത്തെ തന്നെയാണ് രക്ഷിക്കുന്നത്. പക്ഷെ ഇത് ആരും അറിഞ്ഞിട്ടില്ല, കാരണം ഇതെല്ലാം ഒരു സീക്രട്ട് ഓപ്പറേഷൻ ആണല്ലോ. അപ്പൊ പീസ് മേക്കറിന് തോന്നിക്കാണണം ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ആളുകൾ ഇയാളെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം പീസ് മേക്കർ സൂപ്പർ ഹീറോ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് പറയുന്നത് മാക്സ്വെൽ ലോർഡും ഹോക്ക് ഗേളും അതുപോലെ ഗ്രീൻ ലാന്റേണുമാണ്. അതായത് ഗൈ ഗാർഡനറിന്റെ ഗ്രീൻ ലാന്റേണുമാണ്. ഇവരെല്ലാം ജസ്റ്റിസ് ഗ്യാങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് പീസ് മേക്കർ ഈ ജസ്റ്റിസ് ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും കാണാം, ഇവരും പോലും ഈ ഇന്റർവ്യൂ എടുക്കുന്നവർ പോലും പീസ് മേക്കറിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അവരും പീസ് മേക്കറിനെ ഒരു കോമഡി ഐറ്റമായിട്ട് കണ്ട് കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പീസ് മേക്കറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ സീസൺ 2 തുടക്കത്തിൽ ഭയങ്കര ശോകമാണ്. കാരണം പുള്ളിക്കാരൻ ഒന്നുമില്ല. പുള്ളിക്കാരനെ സ്നേഹിക്കുന്ന പെണ്ണാണ് ഏജന്റ് എമീലിയ. ആൾക്ക് പുള്ളിക്കാരനെ ഇഷ്ടമല്ല. പുള്ളിക്കാരന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. പുള്ളിക്കാരൻ റെസ്പെക്ട് ഇല്ല. പുള്ളിക്കാരൻ ചെയ്തതിനൊന്നും ക്രെഡിറ്റും കിട്ടുന്നില്ല. ഗിൽട്ട് ആണെങ്കിൽ ഒരുപാടുണ്ട്. സോ ലൈഫ് ആകെ മൊത്തം മടുത്തു നിന്നിരുന്ന പീസ് മേക്കറിന്റെ മുന്നിലേക്ക് ഒരു മാർഗം തെളിഞ്ഞു വരികയാണ്. ആ മാർഗമാണ് പാരലൽ യൂണിവേഴ്സ്. യെസ്, അങ്ങനെ പീസ് മേക്കറിലും പാരലൽ യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇത് എങ്ങനെ പോസിബിൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ് മേക്കറിന്റെ അച്ഛനാണ് പീസ് മേക്കറിന് ഈ ഹെൽമെറ്റുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്, വൈറ്റ് ഡ്രാഗൺ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇയാൾ ഈ ഹെൽമെറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോർട്ടൽ പോലാണ്. അപ്പൊ പീസ് മേക്കർ ഒരു ദിവസം ഈ പറയുന്ന പോർട്ടൽ വഴി കയറി മറ്റൊരു പാരലൽ യൂണിവേഴ്സ് വഴി പാരലൽ വേർഷനിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പീസ് മേക്കർ കാണുന്നത് മറ്റൊരു പീസ് മേക്കർ ഉള്ള ലോകമാണ്. ആ ലോകം എന്ന് പറയുന്നത് ഇൻക്രെഡിബിളി അമേസിംഗ് ആണ്. ആ പാരലൽ ഡയമെൻഷനുള്ള പീസ് മേക്കർ എന്ന് പറയുന്നത് ആ ലോകത്തെ ഹീറോ ആണ്. അതായത് ഒരുപാട് ആളുകൾ ആരാധിക്കുന്ന ഒരു ഹീറോ ആണത്. മാത്രമല്ല ആ പാരലൽ ഡയമെൻഷനകത്ത് പീസ് മേക്കറും അച്ഛനും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആണ്. അതായത് നല്ല രീതിയിലുള്ള ബന്ധമാണ്. ആൻഡ് മേ ബി അച്ഛൻ ഒരു റേസിസ്റ്റ് പോലും ആവണമെന്നില്ല ആ പാരലൽ ഡയമെൻഷനകത്ത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിലെ പീസ് മേക്കറിന്റെ ബ്രദർ കുട്ടിക്കാലത്തെ മരിച്ചു പോയതാണ്. എന്നാൽ ഈ പുതിയ ഡയമെൻഷനിലെ പീസ് മേക്കറിന്റെ ബ്രദർ മരിച്ചിട്ടില്ല. സോ നമുക്ക് ആ ഭിത്തിയിലെ പെയിന്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും പീസ് മേക്കറും പീസ് മേക്കറിന്റെ അച്ഛനെയും കാണാം, കൂടെ വേറൊരു സൂപ്പർ ഹീറോയും കൂടെ കാണാൻ പറ്റും. അത് മോസ്റ്റ് പ്രോബബ്ലി പീസ് മേക്കറിന്റെ മരിച്ചു പോവാത്ത ബ്രദർ ആയിരിക്കണം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ വേൾഡിലുള്ള പീസ് മേക്കർ അല്ലേ, അവിടുത്തെ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ആ ലോകത്തെ ഏജന്റ് എമീലിയ ഹാർക്കോട്ട് ആണ്. മാത്രമല്ല ഈ പാരലൽ വേൾഡിലെ പീസ് മേക്കർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി റിച്ച് ആൻഡ് വെൽത്തിയുമാണ്. സോ ടെക്നിക്കലി നമ്മുടെ പീസ് മേക്കർ ആ ലോകത്തെ പീസ് മേക്കറിന്റെ ലൈഫ് സ്റ്റൈലും ജീവിതവും സക്സസും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പോവാണ്. ഇവിടെ വേറൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യണം. ഈ പാരലൽ ലോകത്തുള്ള പീസ് മേക്കറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് മുകളിലോട്ടാണ് ഈ ബേർഡ് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ പീസ് മേക്കറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ബേർഡ് താഴോട്ടാണ് പറക്കുന്നത്. സോ പാരലൽ വേർഷനിലുള്ള പീസ് മേക്കർ സക്സസ്ഫുള്ളും ഗ്രോത്തിലും ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. നമ്മുടെ ആണെങ്കിൽ എപ്പോഴും താഴോട്ടും ഡൗണുമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു പീസ് മേക്കർ വേർഷൻ ആണെന്നുള്ളത്. സോ ടെക്നിക്കലി പീസ് മേക്കറിന് ഈ ലോകത്ത് എന്തൊക്കെ കിട്ടില്ല എന്ന് പുള്ളിക്ക് തോന്നിയോ അതെല്ലാം പുള്ളിക്ക് മറ്റേ പാരലൽ വേർഷനിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് പീസ് മേക്കർ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അത് പോയി വിസിറ്റ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഈ ലോകത്തുനിന്ന് മറ്റു ലോകത്തിലേക്ക് വന്നും പോയി നിൽക്കുന്ന ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ആ ലോകത്തെ പീസ് മേക്കർ നമ്മുടെ പീസ് മേക്കറിനെ കാണുകയും കൺഫ്രണ്ട് ചെയ്യാനും നോക്കുന്നുണ്ട്. അത് നമുക്ക് ടീസറിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പീസ് മേക്കർ ആയിരിക്കും ജയിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പീസ് മേക്കർ മറ്റേ പീസ് മേക്കറിനെ എവിടെയെങ്കിലും കെട്ടിയിടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ കൊന്നു കളയാനോ സാധ്യതയുണ്ട്. പക്ഷെ നോട്ട് ചെയ്യേണ്ട വേറെ കാര്യം എന്ന് പറയുന്നത് ഇതേ ട്രെയിലറിൽ തന്നെ ഏജന്റ് എമീലിയ പറയുന്നുണ്ട് വി നീഡ് ടു ഗെറ്റ് പീസ് മേക്കർ ബാക്ക് എന്നുള്ളത്. സോ ബേസിക്കലി ഒന്നെങ്കിൽ പീസ് മേക്കർ ചിലപ്പോൾ മറ്റേ വേർഷനിൽ ട്രാപ്ഡ് ആയി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കെട്ടിയിട്ടിരുന്ന പുതിയ പീസ് മേക്കറില്ലേ ഈ പീസ് മേക്കർ രക്ഷപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി കാണണം.
ഈ പാരലൽ ഡയമെൻഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പീസ് മേക്കർ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പോർട്ടൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഈ ഡിസ്റ്റർബൻസ് ആർഗസിന്റെ ടീം നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കണം ആർഗസിന്റെ ടീം ആ പോർട്ടലിലേക്ക് പോകുന്നത് നമുക്ക് ട്രെയിലറിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആർഗസ് ടീമിന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ടൽ ക്ലോസ് ഡൗൺ ചെയ്യാന്നുള്ളതാണ്. സോ ബേസിക്കലി പീസ് മേക്കർ ആ പാരലൽ യൂണിവേഴ്സിൽ തന്നെ സ്റ്റക്ക് ആവട്ടെ എന്നുള്ളൊരു മൈൻഡിൽ റിക് ഫ്ലാഗ് സീനിയർ തന്നെ ആയിരിക്കും ഈ ഒരു ഓർഡർ കൊടുക്കുന്നത്. ആർഗസിന്റെ ടീമിന്റെ അണ്ടറിൽ, അതായത് റിക് ഫ്ലാഗ് സീനിയറിന്റെ ടീമിന്റെ അണ്ടറിലും കുറച്ച് പുതിയ ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് ലാങ്സ്റ്റൺ ഫ്യൂരി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് ഇവിടെ കാണാം. ഈ ലാങ്സ്റ്റൺ ഫ്യൂരി എന്ന് പറയുന്നത് ഇവര് സീരീസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടറാണ്. സോ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി എലമെന്റ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ളതാണ് ജെയിംസ് ഗൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ടീമിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് സാഷ ബോർഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരി കോമിക്കില് ബാറ്റ്മാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് കോമിക്സിൽ ബാറ്റ്മാന്റെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ഏജന്റ് ആയിരുന്നു ഈ സാഷ ബോർഡെക്സ് എന്ന് പറയുന്നത്. പിന്നീട് പതുക്കെ ബാറ്റ്മാന്റെ സീക്രട്ട് അവർ മനസ്സിലാക്കുകയും പിന്നെ അറ്റ് എ പോയിന്റ് ബാറ്റ്മാനുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ഇവർക്കുണ്ടായിരുന്നു. സോ ജെയിംസ് ഗൺ എന്ത് ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ കൊണ്ടുവന്നു? ഇനി ബാറ്റ്മാനെ പീസ് മേക്കറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ബാറ്റ്മാന്റെ ഏതെങ്കിലും ഒരു സൈഡോ ബാക്ക് ഷോട്ടോ ക്യാമിയോ ഷോട്ടോ ഒക്കെ കാണിക്കാനാണോ എന്നറിയില്ല. പക്ഷെ ജെയിംസ് ഗൺ ഇതൊരു ഒഫീഷ്യലി അത് കൺഫേം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സീസൺ 2ന്റെ അവസാനത്തിൽ ഈ സാഷ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സീൻ ഉണ്ടായിരിക്കും. അവർ പറയുന്നുണ്ടാവും, അതായത് അവർക്ക് ഒരു ബില്യണർ ആയിട്ടുള്ള ഒരാളുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി പോകണം, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യണം അത് ബാറ്റ്മാൻ ആണ്. അങ്ങനെയുള്ള ഒരു സീൻ ജെയിംസ് ഗൺ മോസ്റ്റ്ലി ഈ ഒരു സീസൺ 2ന്റെ അവസാനം കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂഡോ മാസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ സീസൺ 2ലും ഉണ്ട്. പക്ഷെ ഇത്തവണ ജൂഡോ മാസ്റ്റർ ആർഗസ് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. മാത്രമല്ല ആർഗസിലേക്ക് പുതിയ ടീം മെമ്പർ എന്ന് പറഞ്ഞ ജൂഡോ മാസ്റ്ററിനെ കാണിക്കുമ്പോൾ എക്കോണമിസ് ഞെട്ടുന്നത് നമുക്ക് ട്രെയിലറിനകത്ത് കാണാൻ പറ്റും. സോ എത്ര അടിച്ചാലും ചാവാത്ത ജൂഡോ മാസ്റ്ററിനെ ഈ സീസണിൽ ഇവർ കൊല്ലുമോ ജീവനോടെ വെക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ ആർഗസിന്റെ മറ്റൊരു ടീം മെമ്പർ എന്ന് പറയുന്നത് റെഡ് സെയിൻ വൈൽഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ പുള്ളിക്കാരനെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ഈഗിൾ ഹണ്ടർ എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മുടെ പീസ് മേക്കറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഈഗിളിയെ പിടിക്കാൻ വേണ്ടി വരുന്ന ആളായിരിക്കും ഈ പർട്ടിക്കുലർ ക്യാരക്ടർ. സോ അങ്ങനെ ഈഗിളിക്കും ഒരു എനിമി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേർഷൻ ഓഫ് പീസ് മേക്കറും പാരലൽ വേർഷൻ ഓഫ് പീസ് മേക്കറും ഈ ആർഗസും ഒക്കെ തമ്മിലുള്ള അടിയായിരിക്കും നമ്മൾ ഈ സീസൺ 2ൽ കാണാനായിട്ട് പോകുന്നത്. സോ ജെയിംസ് ഗൺ വേറെ കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് ക്യാരക്ടേഴ്സും ചിലപ്പോൾ ഈ സീസൺ 2വിനകത്ത് പീസ് മേക്കർ സീസൺ 2ലേക്ക് വന്നേക്കാം. പീസ് മേക്കർ സീസൺ 1 അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജോൺ സീന എന്ന് പറയുന്ന ആക്ടറിന്റെ ഒരു സ്കില്ലാണ്. പുള്ളിക്കാരൻ ഇത്രയും നല്ലോണം അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു സീരീസിലൂടെയാണ് നമുക്ക് മനസ്സിലായത്. സോ സീസൺ 2ഉം ഇതുപോലെ തന്നെ ഹൈലി സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു സ്റ്റോറി ലൈൻ വരട്ടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട്.